ഇവിടെ ദുബായിലൊക്കെ നല്ല തണുപ്പാണ്. അപ്പോൾ തണുപ്പത്ത് കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പി ഇന്ന് കാണിച്ചു തരാമേ. ഒരു പാത്രത്തിലേക്ക് ഒരു 4 ഗ്ലാസ് പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരമുറി ക്യാരറ്റ്, ഒരു അരമുറി സവാള, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് ക്യാബേജ്, പിന്നെ ഒരു 300 ഗ്രാം ചിക്കനും ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇതിനെ ഒരു അരമണിക്കൂർ തിളപ്പിക്കാനായിട്ട് വെക്കണേ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരണം. പാത്രം കുറച്ച് ചെറുതായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു വലിയ പാത്രത്തിലേക്ക് ഇതിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഇതിൽ നിന്നും ആ ചിക്കൻ കഷ്ണങ്ങളൊക്കെ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ ഒരു ചിക്കൻ സ്റ്റോക്ക് ഇതുപോലെ നമുക്ക് അരിച്ചെടുത്ത് മാറ്റണേ. പിന്നെ ആ ചിക്കൻ ഉണ്ടല്ലോ ചെറുതായിട്ട് ഇതുപോലെ ക്രഷായിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് പിച്ചിയോ ഒക്കെ എടുത്ത് മാറ്റി വെക്കാമേ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് ചോപ്പ് ചെയ്തതാണ് ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, കുറച്ച് ക്യാബേജ് ഇട്ട് കൊടുക്കാം, കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കണം. ഈ ചൈനീസ് റെസിപ്പികളൊക്കെ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ്. പച്ചക്കറികളൊക്കെ ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഈ സമയം ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാമേ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആ ഒരു ചിക്കൻ നമ്മൾ ചെറുതായിട്ട് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇതൊന്ന് കുറുകി കിട്ടുന്നതിനായിട്ട് 2 ടീസ്പൂൺ കോൺഫ്ലവറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ്. ഇനി ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു കൈ കൊണ്ട് മുട്ട ഒഴിച്ച് കൊടുക്കുക, മറ്റേ കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സൂപ്പിന് മുകളിലൊക്കെ ഒരു വെള്ള നിറത്തിൽ കാണുന്നില്ല, അതിങ്ങനെ മുട്ട ഇട്ട് കൊടുക്കുന്നതാണ്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സൂപ്പ് റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഈ ഒരു തണുപ്പ് സമയത്ത് ആദ്യം ഓർഡർ ചെയ്യുന്ന ഒന്നാണ് സൂപ്പ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ടും ഭയങ്കര ചിലവ് കുറഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ഈ സൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക്